സിഹിറിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം ഞാൻ ഈ പറയുന്ന അമൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ചെയ്യാനുള്ളത് നമുക്ക് ആയത്തുൽ കുർസിൻ്റെ അമലാണ് ചെയ്യാനുള്ളത്. മുഅ്മിനീങ്ങളെ, ഖുർആനിലെ പ്രധാനപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയുടെ പോരിശ പറയുകയാണെങ്കിൽ അത് ഒരുപാട് അത്ഭുതം നിറഞ്ഞ സൂറത്താണ്. 40 ദിവസം 41 ദിവസം ഒരു വീട്ടിൽ നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിശാച് അടുക്കൂല എന്ന് ആരാ പറഞ്ഞത് അറിയോ? ഇബ്ലീസ് തന്നെ പറഞ്ഞത്. ഇന്ന സൂറത്ത് ഇത്ര ദിവസം പാരായണം ചെയ്താൽ എനിക്ക് ആ വീട്ടിലേക്ക് അടുക്കാൻ കഴിയൂല എന്ന് ഇബ്ലീസാണ് പറഞ്ഞത്. അതുകൊണ്ട് ബഖറ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. പറയട്ടെ, നമുക്കെല്ലാവർക്കും ഓതാൻ മടിയാണ്. ഞാനും നിങ്ങളും എല്ലാവരും ഇന്ന് നമ്മളെപ്പോഴും മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പഴയ രീതിയിൽ ഓതാൻ കഴിയുന്നില്ല. പഴയ രീതിയിൽ ഖുർആൻ ദിക്ർ ചെല്ലാൻ പറ്റണില്ല. പഴയ രീതിയിൽ നമ്മൾ ആദ്യമൊക്കെ നമ്മളെ വീട്ടിൽ എന്തൊക്കെ മാലയും ബെയ്ത്തും ഒക്കെ ചൊല്ലി ആ രാത്രി ആ ഇശാ മഗ്‌രിബിനിടയിൽ വല്ലാത്ത ഇബാദത്തെടുത്തിരുന്ന സമയത്ത് ഇന്നിപ്പോൾ നമുക്കതിനൊന്നും സമയം കിട്ടണില്ല. അതുകൊണ്ട് ഖുർആൻ ഓതാൻ മാക്സിമം കഴിയുന്നവർ സൂറത്തുൽ ബഖറ അങ്ങനെ ഓതുക. ഇനി അങ്ങനെ ഓതാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 41 ദിവസം നിങ്ങൾ മുടങ്ങാതെ നിങ്ങളെ വീട്ടിൽ, ഇന്നിപ്പോൾ ടിവിയും ബ്ലൂടൂത്തും സ്പീക്കറൊന്നും ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സൂറത്തുൽ ബഖറ ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്തിൻ്റെ വലിയ ഒരു സ്പീക്കർ മേടിച്ചിട്ട് നമ്മുടെ വീട് മൊത്തം കേൾക്കുന്ന രീതിയിൽ രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ആ വീട്ടിലൊന്ന് പ്ലേ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വലിയ അത്ഭുതം കാണാൻ പറ്റും. 40 ദിവസം 41 ദിവസം നിങ്ങൾ മുടങ്ങാതെ നിങ്ങൾ ആ രാവിലെ എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആ ബ്ലൂടൂത്തിലെ സ്പീക്കർ ഒന്ന് ഓണാക്കിയിട്ട് സൂറത്തുൽ ബഖറ നമ്മുടെ വീട് മുഴുവൻ കേൾക്കും ആ വിധത്തിൽ ഒന്നിങ്ങനെ വെച്ച് നോക്കൂ. ഇൻഷാ അല്ലാഹ് ഒരു 41 ദിവസം നിങ്ങളെ വീടിനുള്ളിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, അത് അവിടെ നിന്ന് പമ്പ കടന്നു പോകും. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്. അതിനെ തകർക്കാനും അതിനെപ്പുറം ചാടിക്കടക്കാനും പറ്റിയ ഒരു ഇബ്ലീസോ ശൈത്താനോ ഇല്ല. അതുകൊണ്ട് സൂറത്തുൽ ബഖറ 41 ദിവസം നിങ്ങൾ വീട്ടിലൊന്ന് പാരായണം ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ മൊബൈലിലോ ബ്ലൂടൂത്തിലോ, മൊബൈലൊക്കെ വെച്ചാൽ ചെറിയ സൗണ്ടേ ഉണ്ടാവുള്ളൂ, മൊത്തം കേൾക്കണം, എല്ലായിടത്തും കേൾക്കുന്ന രീതിയിൽ. നമ്മളെ മക്കൾ പാട്ടൊക്കെ വെച്ച് DJ ഒക്കെ ചെയ്ത് നല്ല ടപ്പാങ്കൂത്ത് പാട്ടും ഡാൻസൊക്കെ ഇട്ട് ചാടി കളിക്കലില്ലേ? അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു രാവിലെ എണീച്ചിട്ട് ഒരു മണിക്കൂറൊന്നും ആ ഒരു ഖുർആൻ പ്ലേ ചെയ്യുന്നതിന് ആരും ഒന്നും പറയൊന്നുമില്ല. മുസ്ലിമീങ്ങളെ വീടാണെങ്കിൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? മുസ്ലിമീങ്ങളെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓത്ത് കേട്ടിച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ സൗണ്ടിൽ ഇങ്ങനെ ഇടുമ്പോൾ പഠിച്ചോനെ അപ്പുറത്തുള്ള അയൽവാസികൾ എന്താ കരുതുക, ഇപ്പുറത്തുള്ള അയൽവാസികൾ എന്താ കരുതുക ഒന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങളെ കാര്യമാണ്, വേറെ ആരും ചെയ്തു തരില്ല. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങളെ ഖബറിൽ നിങ്ങൾ തന്നെ കിടക്കണം, നിങ്ങളെ ഇബാദത്ത് നിങ്ങൾ തന്നെ ചെയ്യണം. അതുകൊണ്ട് നിങ്ങളെ കാര്യം നിങ്ങൾ തന്നെ ചെയ്യുക. അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് കേട്ട് നിന്നാൽ നിങ്ങൾ ആ നിർത്തേ ഉണ്ടാവുള്ളൂ, ഒന്നും നടക്കൂല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇൻഷാ അല്ലാഹ് 41 ദിവസം സൂറത്തുൽ ബഖറ വെക്കണം. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയിൽ ഒരു അധ്യായമുണ്ട്. എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മളെ ആയത്തുൽ കുർസി എന്ന് വിശേഷിപ്പിക്കുന്ന ആയത്തുൽ കുർസി. ആയത്തുൽ കുർസീൻ്റെ പ്രത്യേകതയും സവിശേഷതയും പറഞ്ഞാൽ തീരൂല, അത്ര വലുതാണ്. വളരെ സിമ്പിളായിട്ട് സിഹ്ർ ബാധിച്ച ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആയത്തുൽ കുർസീൻ്റെ അമലാണ്. ആയത്തുൽ കുർസീൻ്റെ അമലാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങൾ? ഒരാണി, നല്ല ഇരുമ്പിൻ്റെ ഒരാണി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എടുക്കണം. നല്ലൊരു കൂർത്ത നല്ല വൃത്തിയുള്ള ഒരാണി എടുക്കുക. ഈ ആണി നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി, നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആർക്കാണോ സിഹർ ബാധിച്ചിട്ടുള്ളത്, ആ വ്യക്തിയെ നിങ്ങൾ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഒളുവൊക്കെ എടുത്തിട്ട് അവിടെ ഇരുത്തുക. അവിടെ ഇരിക്കാൻ പറയുക. ആ വ്യക്തിയെ അവിടെ ഇരുത്തിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യണം? ഖളാഹുൽ ഹാജത്ത് ആ വ്യക്തിയോട് നിസ്കരിക്കാൻ പറയണം. ഖാലിഖായ റബ്ബിൻ്റെ മുന്നിൽ
2 റക്അത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചിട്ട് പറയാം, പടച്ചോനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരാജയപ്പെട്ടവനാണ്, ജീവിതത്തിൻ്റെ എല്ലാം തകർന്ന് തരിപ്പടമായി പോയവനാണ്, സാമ്പത്തികമായിട്ടുള്ള എല്ലാം ഞങ്ങളിൽ നിന്നും തകർന്നു പോയല്ല, ശാരീരികവും മാനസികവും സാമ്പത്തികവും ഒക്കെ പോയി, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സിഹ്ർ കൊണ്ട് വലയുന്നുണ്ട് റബ്ബേ, നിൻ്റെ ഖുർആനായ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനു ഷരീഫിൻ്റെ ബറക്കത്ത് കൊണ്ട്. അതിലും വലുതായിട്ട് ഞങ്ങൾക്കൊന്നുമില്ലല്ലോ പടച്ചോനെ. ഈ ഖളാഹുൽ ഹാജത്ത് 2 റക്അത്ത് നിസ്കരിച്ചിരുന്നിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക, പടച്ചോനെ ഞാനൊരു അമൽ ചെയ്യാൻ പോവുകയാണ്, ഈ അമലിൻ്റെ ബറക്കത്ത് കൊണ്ട് ഖാലിഖായ റബ്ബേ നീ ഞങ്ങളിൽ ഏൽപ്പിച്ച എന്തൊക്കെ സിഹറുകളുണ്ടോ, എന്തൊക്കെ കണ്ണും ദുഷിച്ച നാവ് എന്തുണ്ടെങ്കിലും പടച്ചവനെ അതൊക്കെ നീ മാറ്റിത്തരണം അല്ലാ. ഈ അമലിൻ്റെ ബറക്കത്ത് കൊണ്ട്, ആയത്തുൽ കുർസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ വലിയ ശമനം നൽകണേ അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാണി ഇവിടെ ഒരാണി ഉണ്ടായിരുന്നു, കാണുന്നില്ല. ഒരാണി നിങ്ങളെടുക്കുക, ഒരാണി നിങ്ങളെടുത്തിട്ട് അതിങ്ങനെ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഒരാണി എടുക്കുക, ഇതിപ്പോൾ ഒരു ആണിയാണെന്ന് കരുതുക. ആണി എടുത്തിട്ട് സിഹർ ബാധിച്ച വ്യക്തി അവിടെ ഇരിക്കുക. സിഹർ ബാധിച്ച വ്യക്തി അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ മൂർത്താവിൽ ഇതാ തൊപ്പിയൊക്കെ ഒഴിവാക്കുക. എൻ്റെ തൊപ്പി ഒഴിവാക്കാന്ന് ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എന്തായാലും തൊപ്പി വെക്കില്ലല്ലോ. മൂർത്താവിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഈ ആണി പതുക്കെ ഒന്ന് ഇങ്ങനെ കുത്തി വെക്കുക, പതിയെ ഇങ്ങനെ ഒന്ന് കുത്തി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പതിയെ കുത്തി വെക്കുക. ആണിയാണ്, ഈ ഭാഗം നല്ല ഷാർപ്പായിരിക്കും, പതുക്കെ കുത്താനാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ട് ഓട്ടി ഇറക്കണ്ട. ലാസ്റ്റ് എന്നിട്ട് നിർബന്ധ മീഡിയയിൽ ഉസ്താദ് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ആണി കുത്തി ഇറക്കി എന്നൊന്നും പറയരുത് ദയവ് ചെയ്തിട്ട്. പതിയെ വെക്കാൻ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാ എത്ര ജസ്റ്റ് ഒന്ന് തട്ടിക്കുക. ഇതൊന്നും ഇങ്ങനെ മൂർത്താവിൽ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ആണി വെച്ചിട്ട് 3 തവണ ഇങ്ങനെ പറയുക, ഈ ശരീരത്തിൽ എങ്ങനെ, ഈ ശരീരത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ തന്നെ പറയണം, ഈ ശരീരത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ നെഗറ്റീവ് എനർജികളുണ്ടോ, കണ്ണ്, നാവ്, സിഹർ, എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും പടച്ച റബ്ബേ ആയത്തുൽ കുർസിയിൻ്റെ ബറക്കത്ത് കൊണ്ട്, ആയത്തുൽ കുർസിയിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പിശാചിനെയും നീ കരിച്ചു കളയണേ അല്ലാ എന്ന് പറയാം. 3 തവണ ഇങ്ങനെ പറയാം. ആണി തലയിൽ വെക്കുന്നു. ഈ ഇരിക്കുന്ന ആളല്ല പറയേണ്ടത്, ചെയ്തു കൊടുക്കുന്ന ആളാണ് പറയേണ്ടത്. എന്ത് ചെയ്യുക, മൂർത്താവിൽ വെച്ചിട്ട് 3 തവണ പറയാം, അള്ളാഹുവേ ഈ ശരീരത്തിൽ ഉപദ്രവിക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തൊക്കെ സിഹറും കണ്ണും നാവുണ്ടോ അതൊക്കെ പടച്ചോനെ ഇതോടുകൂടി സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്തൊക്കെ പിശാചിനോ അതിനൊക്കെ നീ കരിച്ചു കളയണം റബ്ബേ, ഖുർആന് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, 170 തവണ ആയത്തുൽ കുർസി ഓതണം. അപ്പോൾ ഒരു തവണ ആയത്തുൽ കുർസി ഓതുമ്പോൾ, ഈ ആണിപ്പം ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു തവണ ആയത്തുൽ കുർസി ഓതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വഹുവൽ അലിയുൽ അലീം എന്ന് ഓതിയിട്ട് ഇഷ്ഫ് എന്ന് പറഞ്ഞിട്ട് ഊതുക, ഇഷ്ഫ് എന്ന് പറഞ്ഞിട്ട് ഊതുക. അതെന്ത് ചെയ്യണം, നിങ്ങൾ തലേൻ്റെ അടുത്ത് പോയിട്ട് വേണം നിങ്ങൾ ഓതി ഊതാൻ. ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക. ശേഷം 2ാമത്തെ ആയത്തുൽ കുർസി ഓതുക, 2ാമത്തെ ആയത്തുൽ കുർസി ഓതുക. ഇങ്ങനെ പതിയെ സമാധാനത്തിൽ സമയമെടുത്ത് സാവധാനം 170 ആയത്തുൽ കുർസി ഓതുക. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങളിത് ഓതാൻ തുടങ്ങുമ്പോൾ ഈ ആളെ കസാലയിൽ നിന്നും നിലത്ത് ഇറക്കിയിരുത്തുക, നിലത്ത് ഇറക്കിയിരുത്തി ചുമരിൽ ചാരിയിരുത്തുക. കാലിങ്ങനെ നീട്ടിയിരിക്കാൻ പറയുക, ചുമരിൽ ചാരി കൈ 2 മുട്ടും കാലിൽ വെച്ച് ഇതാ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇരിക്കാൻ പറയണം. കാരണം എന്താ പറയുക, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നെഗറ്റീവായിട്ടുള്ള സിഹറോ ശൈത്താനിയത്തോ നീചമൂർത്തികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താവെന്ന് പറയും, ഇദ്ദേഹത്തിന് ക്ഷീണം തോന്നും, തളർച്ച തോന്നും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പതിയെ ചെരിഞ്ഞിങ്ങനെ ക്ഷീണം കൂടുതൽ വരുമ്പോൾ ചിലപ്പോൾ തളർന്ന് വീഴും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ശൈത്താനിയത്തുണ്ടെങ്കിൽ അതങ്ങനെ ഇറങ്ങിപ്പോയിക്കോളും. മനസ്സിലായോ? ശൈത്താനിയത്തുണ്ടെങ്കിൽ അതങ്ങനെ ഇറങ്ങിപ്പോയിക്കോളും. നിങ്ങൾ ഇതിങ്ങനെ തലയിൽ വെച്ചിട്ട് ആയത്തുൽ കുർസി ഓതുക. എന്ത് ചെയ്യുക, തലയിൽ ഊതി കൊടുക്കുക. 170 ആയത്തുൽ കുർസി. എണ്ണം തെറ്റാൻ പാടില്ല, എണ്ണം കൂടാനും പാടില്ല, എണ്ണം കുറയാനും പാടില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്നും ഓതിക്കഴിഞ്ഞ് അവസാനം ഈ ആണി കൊണ്ട് ഒരു 101 തവണ ഇദ്ദേഹത്തിൻ്റെ തല ഒന്ന് ഒഴിഞ്ഞിട്ട് നല്ല കണലുണ്ടാക്കിയിട്ട് ആ കണലിൽ കൊണ്ടുപോയിട്ട് ആണി ഒന്ന്
നന്നായിട്ട് പഴുപ്പിക്കുക, നന്നായിട്ട് കത്തിച്ച് കരിക്കുക. ആണി ചാർക്കോൾ കിട്ടും, ചാർക്കോളിൽ കനലാക്കിയിട്ട് അതിൽ കൊണ്ടുപോയിട്ടാൽ മതി. അതിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പഴുക്കട്ടെ ഈ സാധനം ഇൻഷാ അല്ലാഹ്. അതിൽ കിടന്ന് പഴുക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് പറയാം, പടച്ച റബ്ബേ ഈ ഇരുമ്പാണി പഴുത്ത് നശിച്ചു പോകുന്നത് പോലെ ദേഹത്തിലുള്ള എല്ലാ നെഗറ്റീവ് കണ്ണും നാവും സിഹറും ഷെയ്ത്താനൊക്കെ കരിഞ്ഞു പോകണം പടച്ചോനെ എന്ന് പറയാം. വളരെ സിമ്പിളായി നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റുന്നൊരമലാണ്. ഇത്രയും കാലം ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞ എല്ലാ അമലും നിങ്ങൾക്ക് ചെയ്യാനുള്ള സമ്മതം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ഇട്ട് തരുന്നത്. ഈ അമൽ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു മെസ്സേജിലോ അല്ലെങ്കിൽ കമൻറ്റിലോ എന്ത് ചെയ്യണം, ഒരു മെസ്സേജ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് ഉസ്താദ് സമ്മതം തരണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വോയിസ് എങ്കിലും നിങ്ങളൊന്ന് വിടണം. കാരണം ഓരോ അമലിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇത്രയും കാലം നിങ്ങളോട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഏത് അമലും ഞാൻ ഇട്ടതൊക്കെ ചെയ്യാമായിരുന്നു. കാരണം അതെനിക്ക് തന്നതുപോലെ ഞാൻ പൊരുത്തപ്പെട്ട് ഞാൻ അമൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് ചെയ്തിട്ടുണ്ട്, മാറ്റം കിട്ടിയിട്ടുണ്ട്, കിട്ടാത്തവരുണ്ട്. ഈ അമൽ പ്രത്യേകം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, ഉസ്താദ് സമ്മതം തരണമെന്ന് പറഞ്ഞ് മേടിക്കണം. ഒന്നുമില്ല, ഇതൊരു വോയിസ് ഇട്ടാൽ മതി, ഉസ്താദെ ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വോയിസ് ഇടണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ മറുപടി തരും. അള്ളാഹു കബൂലാക്കട്ടെ. രോഗത്തിനെ തൊട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തൊട്ടും പൈശാചികമായ ഷർറുകളെ തൊട്ടും ഖാലിഖായ റബ്ബ് എന്നെയും നിങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം എങ്ങനെ ദുആരക്കൂലേ? ദുആ ചെയ്യണ കൂട്ടത്തിൽ സാധുവായ എന്നെയും എൻ്റെ കുടുംബത്തിനെയും എൻ്റെ കൂടെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുക. അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ.